ദൈവത്തിന്റെ വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് വലിയ ഒരു പദ്ധതിയും താല്പര്യവും ഒക്കെ ഉണ്ട്. അത് ചുരുക്കി പറഞ്ഞാൽ നമ്മിൽ ദൈവം ആരംഭിച്ച നല്ല വേല അതൊരു നല്ല ഒരു വേഗതയിൽ, നല്ല സ്പീഡിൽ അത് പുരോഗമിച്ച് നല്ല രീതിയിൽ അവസാനത്തോളം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് ദൈവത്തിന്റെ ഒരു ആഗ്രഹമാണ്. ആത്മീയമായി നാം വളർന്ന് കർത്താവിനെ കൂടുതൽ അറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം കേട്ടതുപോലെ ഒരു സ്ഥിരതയുടെ അനുഭവം ഉണ്ടാകും. ചിലപ്പോൾ മാത്രമല്ല, എല്ലായ്പ്പോഴും നിരന്തരമായിട്ടും. പാട്ടുകാരൻ പാടിയതുപോലെ എപ്പോഴും ഞാൻ സന്തോഷിക്കും. നാഗൽ സാഹിബിന്റെ പാട്ടായിരുന്നു. എപ്പോഴും ഞാൻ സന്തോഷിക്കും, യേശുവാണ് എൻ്റെ ഗീതം, അവിടുന്നാണ് എൻ്റെ പാട്ട്, അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ സന്തോഷം നൽകിയിട്ടുണ്ട്, എപ്പോഴും ഞാൻ സന്തോഷിക്കും. ഇങ്ങനൊരു പറച്ചിൽ ഉണ്ട് ഇംഗ്ലീഷിൽ. കണ്ടിന്യൂവൻസ് ഈസ് ദ പ്രൂഫ് ഓഫ് കൺവേർഷൻ. മാനസാന്തരത്തിന്റെ അടയാളം നാം അതിൽ തുടർന്നു പോകുന്നു എന്നുള്ളതാണ്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സഭയിൽ വന്നു, നന്നായിട്ടൊക്കെ തുടങ്ങി, അവിടെ നിർത്തിക്കളയരുത്. അത് അവസാനത്തോളം നിലനിർത്തി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. ചില വചനങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എബ്രായരുടെ പുസ്തകം 6-ാം അധ്യായം 11-ാം വചനം. ഹീബ്രൂസ് ചാപ്റ്റർ 6:11. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കുവാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവമക്കളെ കുറിച്ച്, നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിന്റെ താല്പര്യം, നമ്മിൽ ദൈവം തുടങ്ങിയ ആ വേല അവസാനത്തോളം അത് നാം ശുഷ്കാന്തിയോടെ, താല്പര്യത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകണം. കീപ്പ് അപ്പ് ദ ഡിലിജൻസ് ടിൽ ദ എൻഡ്. അവസാനത്തോളം ഉത്സാഹമുള്ളവരായി ദൈവകൃപയിൽ ജീവിച്ച് നല്ല ഒരന്ത്യത്തിൽ നാം എത്തിച്ചേരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം കേട്ട വചനവും അത് തന്നെയാണ്. എല്ലായ്പ്പോഴും എന്നുള്ള ആ ഒരു സെന്റൻസ്, ആ ഒരു വാക്ക് നമ്മുടെ മനസ്സിലിരിക്കട്ടെ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വല്ലപ്പോഴും മാത്രം സന്തോഷമുള്ള ഒരു കാര്യമല്ല. ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് വരുന്നു, ആരാധനയ്ക്ക് പങ്കെടുക്കുന്നു, ചില മണിക്കൂറുകൾ നാം സന്തോഷമുള്ളവരായി ഇവിടെ ഇരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം അവസാനിക്കുന്നില്ല. നാം ക്രിസ്തീയ ജീവിതത്തിൽ നിലനിന്ന് മുമ്പോട്ട് പോകണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം അതിന് ഒരുക്കമുള്ളവരാണോ? നമ്മെ തന്നെ അതിനെ സമർപ്പിക്കുവാൻ താല്പര്യമുണ്ടോ? സങ്കീർത്തനങ്ങളിൽ ദാവീദ് രാജാവ് ഇങ്ങനെ പറയുന്നു. 16-ാം സങ്കീർത്തനം 8-9 വചനങ്ങൾ നോക്കുക. Psalm 16:8-9. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? യഹോവയായ ദൈവമാണ്, എൻ്റെ കർത്താവാണ് എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. എൻ്റെ കർത്താവിന് ഞാൻ 1-ാം സ്ഥാനം എപ്പോഴും കൊടുത്തിരിക്കുന്നു. അവിടുന്ന് എൻ്റെ വലത്തുഭാഗത്ത് ഉള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോവുകയില്ല. അത് പോസിറ്റീവായ ഒരു നല്ല സഹായകമായ നല്ലൊരു കാര്യമാണ്. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കും. അത് ഒരു വശമാണ്. മറ്റേ വശം കൂടെ ഉണ്ട്. എൻ്റെ ദൈവം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ ചിന്തകളും പോക്കും വരവും വാക്കുകളും എല്ലാം അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ എല്ലാം ചെയ്യാൻ സാധിക്കത്തില്ല. ഞാൻ അക്കൗണ്ടബിൾ ആണ്. എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ട വ്യക്തിയാണ്. കാരണം കർത്താവിനെ ഞാൻ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കർത്താവിന് ഇഷ്ടമില്ലാത്തതൊന്നും എന്നിൽ നിന്ന് വരാൻ പാടില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അത് ഇന്ന് രാവിലെ ഏറ്റെടുക്കാമോ പ്രിയപ്പെട്ടവരെ? എല്ലായ്പ്പോഴും കർത്താവിൻ്റെ മുമ്പാകെ ജീവിക്കുന്ന ഒരു സ്ഥിരതയുള്ള ജീവിതമാണ് ദൈവം നമ്മെ ഇന്ന് രാവിലെ ചൂണ്ടിക്കാണിക്കുന്നത്. ചിലപ്പോൾ മാത്രമല്ല, മനുഷ്യരുടെ മുമ്പിൽ മാത്രമല്ല, ആരും എന്നെ കാണാത്തപ്പോഴും ദൈവമേ അങ്ങയുടെ മുമ്പാകെ ദൈവഭയത്തോടെ, വിശുദ്ധിയോടെ, നിർമ്മലതയോടെ ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. 9-ാം വചനം. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു, എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. ദൈവത്തിന് എപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുത്തിരിക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ ജീവിതം അനുഗ്രഹമുള്ളതായിരിക്കും. അവർ മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായിരിക്കും. കർത്താവിനെ മുമ്പിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് സന്തോഷമുള്ളൊരു ജീവിതമുണ്ട്. മാത്രമല്ല, ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കാൻ തക്കവണ്ണം ഉത്തരവാദിത്തമുള്ള
ഒരു ജീവിതം നയിക്കുവാനും ദൈവം നമ്മെ ആ രീതിയിൽ ആഹ്വാനം ചെയ്യുകയാണ്. നാം ഇന്ന് രാവിലെ മുന്തിരിവള്ളിയുടെയും കൊമ്പുകളുടെയും ദൃഷ്ടാന്തം കേൾക്കുകയുണ്ടായി. മുന്തിരിവള്ളി നമുക്ക് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് നമുക്ക് പയർ കൃഷി ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ കോവൽ നടുന്നവരാണ്. കോവലിന്റെ കാര്യം എടുക്കാം. അത് നട്ട് ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും അതിന്റെ ചുവട്ടിലുള്ള ആ വള്ളി നല്ലതായിട്ട് വണ്ണം വെച്ച് നല്ല വണ്ണമുള്ളതായിട്ട് തീരും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. കുറച്ച് കഴിയുമ്പോൾ നാം അത് മുറിച്ചെടുത്ത് പലർക്കും നടാനായിട്ട് കൊടുക്കും. അത് നട്ട് വീണ്ടും വേറെ ചെടി വളർത്താൻ സാധിക്കും. ഈ കോവൽ ചെടിയുടെ വണ്ണമുള്ള ഒരു തായ് വള്ളിയുടെ കാര്യം മനസ്സിൽ വെക്കുക. അതിൽ നിന്നാണ് ശാഖകൾ പൊട്ടിപ്പുറപ്പെടുന്നത്. ഈ ശാഖകളൊക്കെയും വളർന്നു വന്നിട്ട് അതിലാണ് ഈ കായ ഉണ്ടാകുന്നത്, നല്ല ഫലം കായ്ക്കുന്നത്. അനേകം ശാഖകൾ, ബ്രാഞ്ചസ് ഒരു ചെടിയിൽ ഉണ്ടാകും. യേശു പറഞ്ഞു, ഞാനാണ് തായ് വള്ളി, നിങ്ങളൊക്കെയും ശാഖകളാണ്, ശിഖരങ്ങളാണ്. ചെത്തി വെടിപ്പാക്കും. അത് തോട്ടക്കാരൻ ചെയ്യുന്ന കാര്യമാണ്. ചെത്തി വെടിപ്പാക്കുമ്പോൾ അനാവശ്യമായ വള്ളികളെ വെട്ടിക്കളയുമ്പോൾ നല്ല പുതിയ ശാഖകൾ ഉണ്ടായി വരികയും അതിൽ ധാരാളം നല്ല ഫലം കായ്ക്കുകയും ചെയ്യും. ഈ മുന്തിരിവള്ളിയെക്കുറിച്ചോ കോവൽ വള്ളിയെക്കുറിച്ചോ പറഞ്ഞാൽ സന്തോഷകരമായ ഒരു കാര്യമുണ്ട്. ആജീവനാന്തം അവർ ആ തായ് വള്ളിയിൽ തന്നെ പിടിച്ചിരിക്കുകയാണ്. അത് അവിടുന്ന് വിട്ടുപോകാൻ സാധ്യമല്ല. ഒരു കോവലിന്റെ വള്ളി വിചാരിക്കുക, ഞാൻ ഒരാഴ്ചത്തേക്ക് ലീവ് എടുത്ത് കോട്ടയത്ത് പോവുക, അല്ലെങ്കിൽ നാഗർകോവിലിൽ പോവുക ഒരാഴ്ചത്തേക്ക്. എന്തായിരിക്കും ആ വള്ളിയുടെ അവസ്ഥ? അത് പ്രധാന വള്ളിയിൽ നിന്നും അത് വേർപിരിഞ്ഞ് ദൂരയാത്ര പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്ത് സംഭവിക്കും? അത് ഉണങ്ങി വരണ്ട് അതിന്റെ ജീവൻ നഷ്ടപ്പെട്ട് അത് കൊള്ളരുതാത്തതായി പോകും. നമുക്ക് ആർക്കും ക്രിസ്തുവിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് നിൽക്കുവാനും ഞാൻ എൻ്റെ കാര്യം നോക്കിക്കൊള്ളാമെന്ന് പറയുവാനും നമുക്ക് ആർക്കും സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവുമായിട്ടും ചേർന്നിരിക്കുന്ന, അവനിൽ വസിക്കുന്ന ഒരനുഭവമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം എടുക്കാം. 4-ാം വാക്യം നോക്കുക. എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഒരു കൊമ്പിന് അഥവാ ശാഖയ്ക്ക് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിരിക്കുന്നത് കൊണ്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. വസിച്ചിരിക്കുക, കീപ്പ് ഓൺ അബൈഡിങ്. ആ തായ് വള്ളിയിൽ എല്ലായ്പ്പോഴും തുടർന്നിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ നാം കേൾക്കുന്ന വചനം അത് തന്നെയാണ്. യേശുവിൽ വസിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ മാത്രമല്ല, എല്ലായ്പ്പോഴും കർത്താവിൽ വസിക്കുക. ഈ കാര്യം ഒരു നല്ല ഐഡിയ ആണെന്ന് നിങ്ങൾ എല്ലാവരും സമ്മതിക്കും. സാധിച്ചു കിട്ടിയാൽ കൊള്ളാം എന്നും പറയാൻ സാധിക്കും. എന്നാൽ ഇത് സാധിച്ചു കിട്ടണമെങ്കിൽ നാം പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കണം. ദൈവത്തിൽ ശരണപ്പെട്ട്, ദൈവാത്മാവേ എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ, ക്രിസ്തുവിൽ വസിച്ചിരിക്കുവാൻ, നിരന്തരമായിട്ട് അബൈഡ് ചെയ്യുവാൻ എന്നെ പ്രാപ്തയാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊള്ളുക. അതുപോലെ തന്നെ ഈ ജീവിതം എപ്പോഴും സന്തോഷിക്കുന്ന, എപ്പോഴും കർത്താവിനോട് ചേർന്നിരിക്കുന്ന ജീവിതം നാം പരിശീലിക്കേണ്ടത് ആവശ്യമാണ്. വി നീഡ് ടു പ്രാക്ടീസ്. ദൈനംദിന ജീവിതത്തിൽ ആ കാര്യം ദിനംപ്രതി പരിശീലിച്ചുകൊണ്ടാണ് നമുക്ക് അത് അനുഭവിക്കുവാൻ കൂടുതലായിട്ട് കഴിയുന്നത്. അത് പ്രാക്ടീസ് ചെയ്യുക. സാധാരണ പറയാറുണ്ട്, പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് പറയാറുണ്ട്. വീണ്ടും 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 പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ദൈവാത്മാവിനെ അനുസരിച്ച് ആത്മാവിന്റെ ശബ്ദം കേട്ട് കർത്താവിനോട് കൂടെ വസിച്ചുകൊണ്ട് ആ ജീവിതം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് കൂടുതൽ യാഥാർത്ഥ്യമായി, കൂടുതൽ പെർഫെക്റ്റായി നമ്മുടെ ജീവിതത്തിൽ തീരുവാനായിട്ട് സാധിക്കും. വീണ്ടും അതിൻ്റെ 7-ാം വാക്യം കൊണ്ട് നോക്കുക. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കുവിൻ, അത് നിങ്ങൾക്ക് കിട്ടും. അവിടെയും നാം കാണുന്ന കാര്യം, നാം യേശുവിൽ വസിക്കണം, അവിടുത്തെ വചനം നമ്മിൽ വസിക്കണം. ദൈവത്തിന്റെ വചനമായ ബൈബിൾ, നാം അതിന് മുഖ്യത്വം കൊടുക്കുകയും ഈ പുസ്തകം, അതിൻ്റെ വചനങ്ങൾ നാം വായിച്ച് ധ്യാനിച്ച് ഏറ്റെടുക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ആത്മീയമായി വളരുവാൻ സാധിക്കൂ. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ആത്മീയമായി പുരോഗതി ഇല്ലാത്തത് എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നുവെങ്കിൽ അതിൻ്റെ മറുപടിയും ഇവിടെ ഉണ്ട്. ദൈവവചനത്തിന് എത്രത്തോളം നിങ്ങൾ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്? നിങ്ങൾ ദൈവവചനമായ ബൈബിൾ മുഴുവനായും ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ടോ? എല്ലാ ദിവസവും രാവിലെയോ വൈകിട്ടോ
ഏതാനും അധ്യായങ്ങൾ വായിക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടോ? എങ്കിൽ മാത്രമേ, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടുത്തെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ വചനത്തിന് നമ്മിൽ സ്വാധീനം ഉണ്ടാവുകയും ആ വചനം നമ്മെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുവാൻ നാം അനുവദിക്കുമോ? 1 യോഹന്നാന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം വചനം നോക്കുക. 1 John chapter 2 verse 28. ഇനിയും കുഞ്ഞുങ്ങളെ, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവിടുത്തെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിക്കുവീൻ. യോഹന്നാൻ അപ്പോസ്തലനും ദൈവമക്കളോട് പറയാനുള്ളത്, നമ്മോട് പറയാനുള്ളത്, കർത്താവിന്റെ വരവെങ്കിൽ നമുക്ക് ധൈര്യം ഉണ്ടാകണമെങ്കിൽ നാം എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? അവനിൽ വസിക്കുവീൻ. കീപ്പ് ഓൺ അബൈഡിങ്, കീപ്പ് ഓൺ അബൈഡിങ് ഇൻ ഹിം. യേശുവിൽ വസിച്ചുകൊണ്ടിരിക്കുക. അതിനെക്കുറിച്ച് ഞാൻ 2 വാക്കും കൂടെ പറയട്ടെ. എന്താണ് യേശുവിൽ വസിക്കുക എന്ന് വെച്ചാൽ? അത് വല്ലപ്പോഴും ചിലപ്പോൾ മാത്രമുള്ള ഒരു കാര്യമല്ല. യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത്, യഥാർത്ഥ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്, നമുക്ക് കല്യാണത്തിനൊക്കെ ആരെങ്കിലും ക്ഷണിച്ചാൽ നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകും, അല്ലേ? അല്ലെങ്കിൽ വരനോ വധുവാണെങ്കിൽ നല്ല ഒരു വിശേഷ വസ്ത്രം ധരിച്ചുകൊണ്ട് പോകും. അത് തെറ്റായ കാര്യമൊന്നുമല്ല, ന്യായവും മാന്യവും ആയിരിക്കണം എന്നേ ഉള്ളൂ. ഒരു വിശേഷ വസ്ത്രം, സ്പെഷ്യൽ ഡ്രസ് ഇട്ടുകൊണ്ട് കല്യാണത്തിന് പോകുന്നു, അല്ലെങ്കിൽ വിവാഹ റിസപ്ഷന് പോകുന്നു. പക്ഷെ എന്നും അതിട്ടുകൊണ്ട് നടക്കത്തില്ല, അല്ലേ? കല്യാണത്തിന് ഒരു ഗൗണും ഒക്കെ ഇട്ടുകൊണ്ട് പോയാൽ വധു പിന്നെ പിറ്റേ ദിവസം മുതൽ അതിട്ടുകൊണ്ടാണ് നടക്കുന്നത്. അതൊരു സ്പെഷ്യൽ ഒക്കേഷന് വേണ്ടിയുള്ളതാണ്. പല വിശ്വാസികളെ സംബന്ധിച്ചും ആത്മീയത എന്ന് പറയുന്നത് ഈ സ്പെഷ്യൽ ഗൗൺ ഇടുന്ന പോലെയാ. വല്ലപ്പോഴും ഒരിക്കൽ ഒരു സന്തോഷവും, ഞായറാഴ്ച വരുമ്പോൾ ഒരു സന്തോഷവും ഒരു ആത്മീയതയും ഒക്കെ. പക്ഷെ എപ്പോഴും അതില്ല. അങ്ങനെയാണോ നമ്മുടെ കാര്യം? ഇന്ന് ഈ വചനങ്ങളെ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിക്കുകയും, ദൈവമേ, ഞാൻ ഇതുകൊണ്ട് ക്ഷീണിച്ചു, ഇങ്ങനെ വേണ്ട. ആത്മീയത എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഒക്കേഷന് വേണ്ടിയുള്ള ഒരു ഡ്രസ്സ് മാത്രമല്ല. അത് എപ്പോഴും തുടർമാനമായിട്ടും ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് അവിടുത്തെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരുന്നുകൊണ്ട് എല്ലായ്പ്പോഴും ആത്മീയത കാണിക്കുന്ന ഒരു ജീവിതമാണ് നമ്മെക്കുറിച്ച് ദൈവം പ്രതീക്ഷിക്കുന്നത്. സൺഡേ വിശ്വാസികളായി ഞായറാഴ്ച മാത്രം സന്തോഷമുള്ളവരായിട്ട് നാം ഇരിക്കണ്ട. അതൊരു നല്ല കാര്യമാണ്. എങ്കിലും തിങ്കളാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിലും നമുക്ക് ആത്മീയരായി ജീവിക്കുവാനും ദൈവമക്കളായി തുടരുവാനും നമുക്ക് സാധിക്കും. ഈ ഒരു വചനം കൂടെ എൻ്റെ മനസ്സിൽ എപ്പോഴും വരാറുണ്ട്. ഞാൻ ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ദൈവമക്കൾ അല്ലാതാകാൻ പറ്റുമോ എന്ന് പറയുന്നു. ദൈവമക്കൾ അല്ലാതാകാൻ പറ്റുമോ? ഇല്ല. നാം എല്ലായിടത്തും, ജോലി സ്ഥലത്തും ബിസിനസ്സിലും കൃഷിയിലും ആരാധനയ്ക്ക് ദൈവാലയത്തിൽ വരുമ്പോഴും ബസ്സിൽ യാത്ര ചെയ്താലും മാർക്കറ്റിൽ പോയാലും ഇവിടെയെല്ലാം ദൈവമക്കൾ തന്നെ ആയിരിക്കണം. ദൈവമക്കളുടെ മാന്യതയിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ജീവിക്കാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ അതിനുവേണ്ടി പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഞാനും നിങ്ങളും എന്ത് ചെയ്യണം? നമുക്കൊരു പാർട്ടുണ്ട്. ഞാൻ അതിന് മനസ്സ് വെക്കണം. ദൈവമേ, ഞാൻ വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, ദൈവ മകനോ മകളോ ആണ്. എനിക്ക് ഇന്നാരെ പോലെ സംസാരിക്കാൻ പറ്റുകയില്ല, ഇന്നാരെ പോലെ പ്രതികരിക്കാൻ പറ്റുകയില്ല. താഴ്മയോടും എളിമയോടും ദൈവഭയത്തോടും കൂടെ ഞാൻ ജീവിക്കേണ്ടത് ആവശ്യമാണ്. എല്ലായിടത്തും, വീട്ടിലും പുറത്തും എല്ലായിടത്തും ദൈവഭക്തി എനിക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ 2 ദൈവദാസന്മാരുടെ കാര്യം, അവരെക്കുറിച്ച് 2 വാക്ക് പറയാം. അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ പറഞ്ഞു, പ്രവൃത്തികൾ 27-ാം അധ്യായം 23-ാം വാക്യത്തിലാണ്, കപ്പൽ ഛേദം ഉണ്ടായി. അവരൊക്കെ 276 പേര് കപ്പലിലുണ്ട്. 14 ദിവസമായിട്ട് ഇരുട്ടായിട്ട് അവർ കടലിലിങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. എല്ലാം നശിച്ച പോലെ ഇരിക്കുമ്പോൾ പൗലോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞു, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ എൻ്റെ ദൈവം എന്നോട് സംസാരിച്ചു എന്ന് ആ യാത്രക്കാരോട് അദ്ദേഹം സംസാരിച്ചു. ഇത് പൗലോസിന്റെ ഒരു കാഴ്ചപ്പാടാണ്. എൻ്റെ ഉടയവനായ ദൈവം, ഞാൻ സേവിച്ചു വരുന്നവനായ ദൈവം. പണ്ട് സേവിച്ചവൻ വല്ലപ്പോഴും സേവിക്കുന്നവനെന്നല്ല. whom I continue to serve and worship. ഞാൻ
എൻ്റെ ദൈവത്തെ ആരാധിച്ചു വരുന്നവനാണ്, സേവിച്ചു വരുന്നവനാണ്. ഇപ്പോഴും ആ ദൈവത്തെ ഞാൻ സേവിക്കുന്നവനാണ്. ഐ സെർവ് ഹിം കണ്ടിന്യൂവലി. അതാണ് പൗലൂസിന്റെ സാക്ഷ്യം. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഞായറാഴ്ച മാത്രമല്ല, എല്ലാ സമയത്തും ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുമ്പിലാണ് ജീവിക്കുന്നത്. ഞാൻ അവനെ സേവിക്കുന്നു, അവനെ ആരാധിക്കുന്നവനാണ്. ഇനി ദാര്യാവേശ് രാജാവ് ദാനിയേലിനോട് പറഞ്ഞ ഒരു വാചകമുണ്ട്. അതും നാം ബൈബിളിൽ വായിക്കുന്നു. അതെവിടെ പറയുന്നത് അറിയാമോ? ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 16-ാം വാക്യം. ദാനിയേലിന്റെ ശത്രുക്കളായ ആളുകൾ അസൂയ നിമിത്തം ദാനിയേലിനെതിരായിട്ട് ഒരു പ്ലോട്ട് ഉണ്ടാക്കി ദാര്യാവേശ് രാജാവിനെ കൊണ്ട് അത് സമ്മതിപ്പിച്ച് ഒടുവിൽ ഇയാളെ സിംഹക്കുഴിയിൽ ഇടുവാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കി. പാവം ദാര്യാവേശ് രാജാവിന് ഈ പദ്ധതിയൊന്നും മനസ്സിലായില്ല. അദ്ദേഹത്തെ വഞ്ചിച്ച് അദ്ദേഹത്തെ കളിപ്പിച്ചാണ് ഇത് ചെയ്യുന്നത്. എന്നാൽ ഇത്ര നല്ല മനുഷ്യനായ ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടുന്ന കാര്യം കേട്ടപ്പോൾ ദാര്യാവേശ് രാജാവ് അത്യന്തം പരിഭ്രമിച്ചു. പക്ഷെ നിവൃത്തിയില്ല, പറഞ്ഞുപോയി ഇടുമെന്നുള്ളത്. അതുകൊണ്ട് സിംഹക്കുഴിയിൽ ഇട്ടേ പറ്റൂ. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ രാജാവ് അനുവാദം കൊടുത്തു. ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് ഇടാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ രാജാവ് ദാനിയേലിനോട് പറയുന്നതാണിത്. 6-ാം അധ്യായം 16-ാം വാക്യം. അവിടെ പറയുന്നു, ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ കാത്തുകൊള്ളും, നിന്നെ രക്ഷിക്കും. നോക്കുക, ഒരു വിജാതീയനായ മനുഷ്യൻ ഈ ദൈവപുരുഷന്റെ ജീവിതം കണ്ട് നോക്കിയപ്പോൾ മനസ്സിലായി, ഈ മനുഷ്യൻ ഇടവിടാതെ തൻ്റെ യഹോവയായ ദൈവത്തെ സേവിക്കുന്നവനാണ്. വല്ലപ്പോഴും മാത്രമല്ല, എല്ലായ്പ്പോഴും. നീ ഇടവിടാതെ സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനാണ്. സഹോദര സഹോദരന്മാരെ, നമ്മുടെ ദൈവിക ആരാധനയും ദൈവഭക്തിയും ആത്മീയതയും വല്ലപ്പോഴും മാത്രമുള്ളതായിരിക്കരുത്. അത് ഇടവിടാതെ എപ്പോഴും ദൈവത്തെ സേവിക്കുന്നതും എല്ലായ്പ്പോഴും ദൈവമക്കളായി നാം ജീവിക്കുകയും ചെയ്യണം. ഈ ഒരു വെല്ലുവിളി നമ്മൾ എത്ര പേര് സ്വീകരിക്കും? നാം അതിനെക്കുറിച്ച് പല കാര്യങ്ങളും പ്രായോഗികമായിട്ട് കേട്ടു. ഇത് ഒരു നല്ല ആശയമാണ്. എന്നാൽ അത് ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രായോഗിക തലങ്ങളിൽ വിശേഷാൽ എപ്പോഴും സന്തോഷിക്കുവിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ദൈവമക്കൾക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. നാം ഒക്കെ അത് പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്സിഡന്റോ രോഗമോ പ്രയാസമോ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടമോ ഞെരുക്കമോ അപമാനമോ ഒക്കെ വരുമ്പോഴും ദൈവമക്കൾക്ക് ഇടംവലം നോക്കാതെ ദൈവത്തിന് സ്തോത്രം എന്ന് പറയാൻ സാധിക്കും. കാരണം ഇതിൻ്റെയൊക്കെ പുറകിൽ ദൈവം കാര്യങ്ങളെ ചരട് വലിച്ച് കാര്യങ്ങളെ ശരിയാക്കിക്കൊണ്ടുവരുന്നുണ്ട്. ദൈവത്തിനൊരു മഹത്തായ നല്ല പദ്ധതിയുണ്ട്. അതെല്ലാം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. എങ്കിലും നമ്മുടെ ദൈവം ആരാണെന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് നമുക്ക് ഒരു സ്തോത്രം പറയാൻ സാധിക്കും. പ്രൈസ് ദ ലോർഡ്. ഇതെല്ലാം കണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയിട്ടൊന്നുമല്ല. എൻ്റെ ദൈവം ആരാണ്, എങ്ങനെയുള്ളവനാണ്, എന്നെ കരുതുന്നവനാണ് എന്നെനിക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ എപ്പോഴും സ്തോത്രം ചെയ്യും. ഏത് പ്രതിസന്ധിയിലും സ്തോത്രം ചെയ്യുവാൻ നമുക്ക് സാധിക്കും, സന്തോഷിക്കുവാൻ സാധിക്കും. ഇതൊരു തിയറി അല്ല, ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. നമുക്കൊക്കെയും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവാൻ ഒന്ന് പരിശീലിച്ച് നോക്കാം. അത് നമുക്ക് ചെയ്യാം, സ്തോത്രം പറഞ്ഞ് പരിശീലിക്കാം. നമുക്ക് അതിനു പകരം പലപ്പോഴും നാം പെട്ടെന്ന് വെപ്രാളം പിടിക്കുന്നവരും അസ്വസ്ഥത ഉണ്ടാകുന്നവരും അയ്യോ എന്ന് നിലവിളിക്കുന്നവരുമാണ്. അതിനൊരു മാറ്റം വരുത്തണം. എപ്പോഴും സന്തോഷിക്കുവാൻ, വെപ്രാളവും അയ്യോ എന്ന് പറയുന്നതിനും പകരം സ്തോത്രം പറയുവാൻ ഒന്ന് പരിശീലിക്കണം. അത് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് മനസ്സുണ്ടോ? അതിന് തയ്യാറാണോ? എല്ലാ സാഹചര്യങ്ങളിലും മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനും മറ്റുള്ളവരോട് നല്ല വാക്കുകൾ പറയുവാനും നമുക്ക് സാധിക്കും. നാം അതും ഇന്ന് രാവിലെ കേൾക്കുകയുണ്ടായി. കരുണയുള്ള, സ്നേഹമുള്ള നല്ല വാക്കുകൾ പറയുവാൻ നമുക്ക് സാധിക്കും. അതും പരിശീലിക്കണം. എന്നാൽ ചെറുപ്പം മുതലേ നാം പരിശീലിച്ചത് അങ്ങനെയൊന്നും ആയിരുന്നില്ല. അറുത്തുമുറിച്ച് സംസാരിക്കാനും കഠിനമായ വാക്ക് പറയാനും കുറ്റപ്പെടുത്താനും മോശമായത് സംസാരിക്കാനും ഒക്കെ നാം പഠിച്ചിട്ടുണ്ട്. യേശുവിലേക്ക് വന്നതുകൊണ്ട് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് അതെല്ലാം ഒന്നും മാറിയിട്ടുമില്ല. അത് പരിശീലിക്കണം. മറ്റുള്ളവർക്ക് അനുഗ്രഹം ഉണ്ടാക്കുന്ന സ്നേഹമുള്ള നല്ല വാക്കുകൾ പറയുവാൻ ദൈവമേ എന്നെ പരിശീലിപ്പിക്കണമേ. എല്ലായ്പ്പോഴും സത്യം പറയുന്ന ഒരു ജീവിതം, ലൈഫ് ഓഫ് ട്രൂത്ത്ഫുൾനെസ്.
ചില ആളുകളുണ്ട്, അവർ വളരെ കൗശലത്തോടെ തന്ത്രപൂർവ്വം സംസാരിക്കുന്നവരുണ്ട്. വിശ്വാസികളും അങ്ങനെയുള്ളവരുണ്ട്. തന്ത്രപൂർവ്വം കാര്യങ്ങൾ ഇടപെടും. എന്തിനാ? അവസാനം എനിക്ക് നേട്ടം ഉണ്ടാകണം. അതിനുവേണ്ടി കാര്യങ്ങളെ തിരിച്ചുവിട്ട് ഇച്ചിരിയൊക്കെ വളച്ചൊക്കെ സംസാരിച്ച് നേടിയെടുക്കുന്ന കാര്യങ്ങൾ നേടുന്ന ഒരു സ്വഭാവം, അത് സത്യത്തിന്റെ മാർഗമല്ല. ട്രൂത്ത്ഫുൾ ആയിരിക്കുക, സത്യസന്ധരായിരിക്കുക, അത് എപ്പോഴും സത്യമുള്ളവരായിരിക്കുക. അതാണ് നമ്മുടെ യേശുവിൽ നാം പഠിക്കുന്നത്. യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് സത്യം. ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് വന്നയാളാണെന്ന് പീലാത്തോസിനോട് യേശു പറഞ്ഞു. അതുകൊണ്ട് എല്ലായ്പ്പോഴും സത്യമുള്ളവരായിരിക്കുവാൻ, ഒരു വ്യാജവും പോഷ്കും ഇല്ലാതിരിക്കാനും നമുക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. കൂടാതെ എല്ലാ സാഹചര്യങ്ങളിലും മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കുവാൻ നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നു. അങ്ങനെയല്ലേ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ അനുഗ്രഹിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. ബിക്കം എ പേഴ്സൺ ഹു ബ്ലെസ്സസ് അതേഴ്സ്. ബി എ ബ്ലെസ്സർ. ദൈവമേ, എങ്ങനെ ഈ സാഹചര്യത്തിൽ ഇന്നാരെ അനുഗ്രഹിക്കാൻ കഴിയും? അവരെനിക്ക് ദോഷം ചെയ്തു, എനിക്കെതിരായിട്ട് പലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ ആഗ്രഹം അവർക്ക് അങ്ങോട്ട് ഒരു നന്മ ചെയ്യണമെന്നുള്ളതാണ്. അവരെ ഒന്ന് അനുഗ്രഹിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതാണല്ലോ കർത്താവ് എന്നെ അവിടുന്ന് പഠിപ്പിച്ചത്. ഞാൻ അവർക്കൊരു അനുഗ്രഹം ആകട്ടെ, അവർക്കൊരു നന്മ ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലായ്പ്പോഴും ദൈവഭക്തിയുള്ളവരായിരിക്കാൻ സാധിക്കും. അങ്ങനെ ബൈബിൾ വായിക്കുന്നുണ്ട്, നീ എല്ലായ്പ്പോഴും ദൈവഭക്തിയുള്ളവനായിരിക്കുക. ബി എ ഗോഡ് ഫിയറർ, ബി എ ഗോഡ് ലവർ ഓൾവേസ്. എല്ലായ്പ്പോഴും കർത്താവെ അങ്ങയെ ഭയപ്പെട്ട്, അങ്ങയെ സ്നേഹിച്ച്, താഴ്മയോടെ, എന്നെക്കുറിച്ചുള്ള എളിയ ചിന്തകളോടെ ജീവിക്കുവാൻ, മറ്റുള്ളവർക്കൊരു ദാസനായിരിക്കുവാൻ, മറ്റുള്ളവർക്ക് സേവനം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഇന്ന് രാവിലെ നമുക്ക് ആ പ്രാർത്ഥനയോടെ ഇന്ന് കേട്ട വചനങ്ങളൊക്കെയും ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മടങ്ങിപ്പോകാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലായ്പ്പോഴും ദൈവഭക്തിയോടെ ജീവിപ്പാൻ നമുക്ക് സാധിക്കും. നമ്മെ ഓരോരുത്തരെയും അങ്ങനെയുള്ള ഉയർന്ന തലത്തിലേക്ക് ദൈവം നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.